നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചില ജീവികൾ നമ്മളുടെ ഗ്രഹത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ എത്താറുണ്ട്. അങ്ങനെയുള്ള ജീവികൾ എത്തിച്ചേരുമ്പോൾ പലർക്കും അതൊരു വിഷമകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ജീവികളുടെ വരവ് നമുക്ക് ദോഷമാണോ ഗുണമാണോ? ഇതൊന്നും പലർക്കും അറിയില്ല. അത്തരത്തിലുള്ള ചില സംശയങ്ങൾ പല പ്രേക്ഷകരോട് ചോദിക്കാറുണ്ട്. ക്ഷണിക്കപ്പെടാതെ ഇത്തരത്തിൽ പക്ഷി മൃഗാദികൾ നമ്മളുടെ ഗ്രഹങ്ങളിലേക്ക് എത്തുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ താമസം വിനാ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ സൂചനകളായിട്ടും നമ്മളുടെ പൂർവികന്മാർ കരുതിയിരുന്നു. സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കേണ്ട കാലത്ത് തന്നെ സംഭവിക്കും. എന്നിരുന്നാലും സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു സൂചന ലഭിക്കുന്ന പക്ഷം നമുക്ക് അതൊക്കെ ഒന്ന് വിശ്വാസപൂർവ്വം പ്രാർത്ഥനയോടുകൂടി പരിഹാരം എന്നുള്ള രീതിയിൽ ചെയ്ത് അതിന്റെ ദോഷങ്ങളെ കുറച്ചൊക്കെ ഒന്ന് ശമിപ്പിക്കാനായിട്ട് സാധിക്കും. അശുഭ സംഭവങ്ങളുടെ ദിക്കുകൾക്ക് ചില മാറ്റങ്ങൾ വരുത്തി ആശ്വാസമേകാൻ അതുകൊണ്ട് സാധിക്കും. അത്തരത്തിലുള്ള ഈ പക്ഷി മൃഗാദികളുടെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്കുള്ള സംശയങ്ങളുടെ ചില മറുപടികൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിച്ചു പോകാം. എന്തായാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദോഷങ്ങളെ ലഘൂകരിക്കാനുള്ള കഴിവുണ്ട്. ചെറിയ ചെറിയ വീഡിയോകളിലായിട്ടാണ് വിഷയത്തെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നമുക്ക് മറ്റ് ചില ജീവികൾ വീട്ടിലേക്ക് കയറിയാലുള്ള ഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. കടന്നൽ വീടിനുള്ളിൽ കൂടുണ്ടാക്കുന്ന പക്ഷം അത് ശത്രുദോഷത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ അത് ശത്രുദോഷത്തെ ഇല്ലാതാക്കുമെന്നാണ് വിശ്വസിച്ചിരുന്നത്. നമ്മുടെ തൊടിയിലും മറ്റും സർവ്വസാധാരണമായി കാണുന്ന ഒരു ജീവിയാണ് കീരി. അത് വീടിനുള്ളിൽ പലപ്പോഴും കയറാറുണ്ട്. വീടിനുള്ളിൽ കീരി കയറുന്ന പക്ഷം അത് ശത്രുദോഷത്തെ ഇല്ലാതാക്കും എന്നുള്ളതാണ്. കീരിയെ പോലെ തന്നെ സമാന ഉരകവർഗത്തിൽ പെടുന്ന ജീവിയാണ് ഉടുമ്പ്. ഉടുമ്പിന് ചില പ്രത്യേകതകളുണ്ട്. പഴയ കാലത്ത് അത് യുദ്ധത്തിലൊക്കെ ഉടുമ്പിനെ ഉപയോഗിച്ചിരുന്നു. കീരിയെ സർവ്വസാധാരണമായി കാണുന്നുണ്ടെങ്കിൽ പോലും ഉടുമ്പ് വളരെ അപൂർവമായിട്ടെങ്കിലും ഇപ്പോഴും കാണാറുണ്ട്. കീരിയേക്കാൾ വളരെ വലിയ ജീവിയാണ് ഉടുമ്പ്. കീരിയെ പോലെ തന്നെ ഉടുമ്പിനെയും നമ്മളുടെ ഗൃഹത്തിന്റെ പരിസരത്തൊക്കെ കാണുന്നത് ശത്രുക്കളുടെ മേൽ നമുക്കുള്ള വിജയത്തിന്റെ സൂചനയാണ്. പലപ്പോഴും രാത്രികാലങ്ങളിൽ വവ്വാല് നമ്മുടെ വീടിനുള്ളിലേക്ക് കയറാറുണ്ട്. ചിലപ്പോൾ അപൂർവമായിട്ടൊക്കെ പകൽ സമയങ്ങളിലും അത് എത്തിപ്പെടാറുണ്ട്. വീടിനുള്ളിൽ വവ്വാൽ കയറുന്നതും കൂടുകൂട്ടുന്നതും ഒക്കെ ദുസ്സഹനമായിട്ടാണ് നമ്മുടെ പൂർവികർ കണ്ടിരുന്നത്. നിപ്പ പോലെയുള്ള വൈറസുകളെ പരത്തുന്നത് വവ്വാലാണ് എന്ന് ഇപ്പോഴും ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ശാസ്ത്രീയ വശങ്ങൾ തന്നെയായിരിക്കാം നമ്മുടെ പൂർവികർ അത് ദുശകനമായിട്ട് കണ്ടിരുന്നത്. അതേപോലെ തന്നെ പ്രാവ് സർവ്വസാധാരണമായി വീട്ടിലെത്താറുണ്ട്. എല്ലാവർക്കും പ്രാവിനെ ഇഷ്ടമാണ്. എന്നാൽ വീട്ടിൽ പ്രാവ് ആകസ്മികമായി വന്നു കയറി വീടിനുള്ളിൽ കൂടുകൂട്ടുന്നത് ദാരിദ്ര്യത്തെ നൽകുമെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള വാഹനം കൂർമ്മ അവതാരത്തിൽപ്പെട്ടതാണ്. ആമ പലപ്പോഴും വീട്ടിനുള്ളിലേക്ക് എഴുതി കയറാറുണ്ട്. അങ്ങനെ വീട്ടിനുള്ളിലേക്ക് ആമ എത്തുന്ന പക്ഷം പുതിയ വാഹനത്തിന്റെ ലബ്ധിയാണ് നമുക്കത് സൂചിപ്പിക്കുന്നത്. കൂടാതെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു ചെറിയ ജീവിയാണ് തേനീച്ച. അത് വീടിനുള്ളിൽ കൂടുകൂട്ടുന്നത് ദുശകനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുമൂലം ദുർഭാഗ്യവും സാമ്പത്തിക ക്ലേശവും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നാൽ വീടിന് വെളിയിൽ തേനീച്ച വളർത്തുക വളരെ സാമ്പത്തികമായിട്ട് ലാഭമുണ്ടാക്കുന്ന ഒരു കൃഷിയാണ്. വീടിനുള്ളിൽ അതിന് സ്ഥാനമില്ല എന്ന് മാത്രം. നമ്മുടെ പൂർവികർ മുതൽ ഇപ്പോഴും വീട്ടിൽ വളർത്തു മൃഗങ്ങളായിട്ടുള്ളത് തത്ത, മൈന എന്നീ പക്ഷികളാണ്. അത് വീട്ടിൽ വന്നു കയറുന്ന പക്ഷം സാമ്പത്തികമായി നേട്ടമുണ്ടാകുമെന്നാണ് വിശ്വാസം. എന്നിരുന്നാൽ തത്തയും മൈനയൊക്കെ കൂട്ടിലിട്ട് വളർത്തുന്നത് അതിന്റെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്നതാണ്. അത് ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. പഴയ കാലത്തൊക്കെ കൃഷിസ്ഥലങ്ങളിലും പുരയിടങ്ങളിലും ഒക്കെ വളരെ അധികമായിട്ട് കണ്ടിരുന്ന ഒരു ജീവിയാണ് തവള. ഇന്ന് അത് ഏതാണ്ട് വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ പ്രകൃതിക്കുണ്ട്. അതിന് കാരണക്കാർ മനുഷ്യർ തന്നെയാണ്. രാസപദാർത്ഥങ്ങൾ ചേർന്ന കൃഷി രീതിയും നിസ്സാര കാര്യങ്ങൾക്ക് അതിനെ ഉപദ്രവിക്കുകയും ഭക്ഷണമാക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പോരായ്മയാണ്. പഴയ കാലത്ത് തവള വീട്ടിലേക്ക് വന്നു കയറുന്നത് ശുഭകരമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ പ്രത്യേക തരത്തിലുള്ള ഒരു കാലിന് നീളമുള്ള ഒരു തവള കുട്ടികൾക്ക് ദോഷം ചെയ്യുമെന്നും പഴമക്കാർ പറഞ്ഞു കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. തവള വീട്ടിലേക്ക് വന്നു കയറുന്ന പക്ഷം ശിവഭഗവാന്റെയും അശ്വനി ദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് സൂചന. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ചില ജന്തുക്കളുടെയും ഒക്കെ ഗ്രഹത്തിലേക്കുള്ള ക്ഷണിക്കപ്പെടാതെയുള്ള ആഗമനത്തിന്റെ ഫലങ്ങളാണ് സൂചിപ്പിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.